അസ്സലാമു അലൈക്കും. ഒരു 5 ദിവസം പഴക്കമുള്ള ബോഡി തന്നെ കടലിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏത് അവസ്ഥയിലായിരിക്കും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതായത് ഭയങ്കര സ്മെല്ല്, അതേപോലെ ജീർണിച്ച അവസ്ഥയിലായിരിക്കും. പക്ഷേ ഈജിപ്തുകാർക്ക് 1898 3000 കൊല്ലം പഴക്കമുള്ള ഫിർഔൻ്റെ ബോഡി കടലിൽ നിന്ന് കിട്ടുമ്പോഴും അതിന് യാതൊരു തകരാറ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഫിർഔൻ്റെ ബോഡി 1981 ഫ്രാൻസുകാർ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈജിപ്തുകാരുടെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ഈജിപ്തുകാർ ആ ബോഡി ഫ്രാൻസുകാർക്ക് കൊടുത്ത്, അങ്ങനെ ആ ഫിർഔൻ്റെ ബോഡി ഫ്രാൻസത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് റിസർച്ച് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം എടുത്തത് ഡോക്ടർ മൗറിസ് ആയിരുന്നു. ഇയാളെ കുറച്ച് കൊളീഗ്സും, ഒരു 100 കണക്കിന് കൊളീഗ്സ് ഉണ്ടാവും. അങ്ങനെ കൊളീഗ്സുകൾ വിചാരിക്കുകയാണ് ഈ ബോഡീനൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡോക്ടർ മൗറിസ് സമ്മതിച്ചില്ല. ഡോക്ടർ മൗറിസിന് അറിയണമായിരുന്നു എങ്ങനെയാണ് ഈ ഫിർഔന് മരിച്ചത് എന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പം റിസൾട്ട് വന്നപ്പോൾ ബോഡിയിൽ ഉപ്പിൻ്റെതും അതേപോലെ കടലത്തെ കുറച്ച് അംശങ്ങളും കണ്ടെത്തി. അങ്ങനെ ഡോക്ടർ മൗറിസിന് മനസ്സിലായി ഈ ഫിർഔൻ്റെ ബോഡി മരിച്ചത് കടലിൽ നിന്നാണെന്നും പിന്നെ ഈജിപ്തുകാർ 1898 ആ ബോഡി പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്, അതായത് മമ്മി പോലെ ആക്കിയിട്ട് എടുത്തു വെക്കുകയാണ്. പക്ഷേ ഡോക്ടർ മൗറിസിനെ ഒരു അലട്ടിയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കടലിൽ 2900 അല്ലെങ്കിൽ 3000 പഴക്കമുള്ള ബോഡിക്ക് ഒന്നും സംഭവിക്കാണ്ടിരുന്നതെന്ന്. അങ്ങനെ ഇത് റിസർച്ച് ഫീൽഡിൽ ഒരു ആദ്യമായിട്ടുള്ള സംഭവമാണ്. 3000 കൊല്ലം പഴക്കമുള്ള ഒരു കടലിൽ നിന്ന് കിട്ടിയ ബോഡിക്ക് ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ. അങ്ങനെ സയൻറ്റിസ്റ്റിലെ ഒരാൾ വന്നിട്ട് ഡോക്ടർ മൗറിസിൻ്റെ അടുത്ത് പറയാണ് ഈ കാര്യം മുസ്ലിംസ് അറിയാനേ പാടില്ല എന്ന്. അപ്പം ഡോക്ടർ മൗറിസ് തിരിച്ചു പറയാണ്, അതെന്താണ് ഇങ്ങനത്തെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം നടന്നിട്ട് അതെന്തുകൊണ്ട് നമ്മൾ പുറത്ത് വിട്ടുകൂടാം. അങ്ങനെ ആ സയൻറ്റിസ്റ്റ് പറയാണ് ഖുർആനിൽ ഫിർഔന് മുങ്ങി മരിച്ചതായിട്ടുള്ള ഒരു കഥ ഉണ്ടെന്ന്. അങ്ങനെ ഡോക്ടർ മൗറിസ് ആകെ ഞെട്ടിപ്പോയി. 1400 കൊല്ലം പഴക്കമുള്ള ഖുർആനിൽ ഈ കാര്യം എങ്ങനെ പറഞ്ഞു എന്ന്. പിന്നെയും അദ്ദേഹം ചിന്തിക്കുകയാണ് 1898 ഈ ബോഡി ഈജിപ്തുകാർക്ക് കിട്ടുമ്പോഴും അറബികൾക്ക് ഈ മമ്മി എന്നുള്ള പ്രോസസ്സ് അറിയൂലാലോ. അപ്പോൾ ഇതെന്തായാലും അറബികാർ അറിഞ്ഞുകൊണ്ട് ചെയ്തു വെച്ച കാര്യമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ബൈബിൾ എടുത്ത് വായിക്കുകയാണ്. ബൈബിളിൽ പറയുന്നുണ്ട് മോസസ്, അതായത് മൂസാ നബി അലൈഹി സ്വലാമിനെ മോസസ് എന്നാണല്ലോ ബൈബിളിൽ പറഞ്ഞത്. അതായത് മോസസിനെ പിന്തുടർന്നിട്ടുള്ള ഫിർഔനും ഫിർഔൻ്റെ പടയാളികളും മുങ്ങി മരിച്ചു എന്ന് മാത്രമാണ് ബൈബിളിൽ പറയുന്നത്. അങ്ങനെ അദ്ദേഹം തൗറാത്ത് വായിക്കാമെന്ന് വിചാരിച്ചു. അതായത് മൂസാ നബീൻ്റെ ഗ്രന്ഥം തൗറാത്ത്, അതിലും ഇത് മാത്രമേ പറയുന്നുള്ളൂ, മൂസാ നബീനെ പിന്തുടർന്നിട്ടുള്ള ഫിർഔനും ഫിർഔൻ്റെ പടയാളികളും മുങ്ങി മരിച്ചു എന്ന് മാത്രം. അങ്ങനെ എന്തായി, ഡോക്ടർ മൗറിസ് മുസ്ലിം രാജ്യത്തോട്ട്